നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മഹാഭാരതത്തിലെ 5-ാമത്തെ അധ്യായമായിട്ടുള്ള വിരാടപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള സഞ്ജയയാനപർവം നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞിരുന്നു. ഇന്ന് മഹാഭാരതത്തിലെ തന്നെ ഉപദേശങ്ങൾ കൊണ്ട് ഏറ്റവും അധികം സമ്പുഷ്ടമായിട്ടുള്ള ഒരു ഉപാധ്യായത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്നും 2-3 ദിവസമായിട്ട് നമ്മൾ ആ അധ്യായത്തിൽ തന്നെയായിരിക്കും, ആ ഉപാധ്യായത്തിൽ തന്നെയായിരിക്കും തുടരുന്നത്. പ്രജാഗരപർവം, അതായത് വിദുര ഉപദേശം എന്നുള്ള രീതിയിൽ ഇത് വളരെയധികം പ്രശസ്തമായിട്ടുള്ള കഥാഭാഗങ്ങളാണ്. അതായത് ഒരാളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യരുത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെയുള്ള വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ വിദുരർ ചർച്ച ചെയ്യുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ സഞ്ജയൻ ധൃതരാഷ്ട്ര നിർദ്ദേശപ്രകാരം ദൂതിനായിട്ട് പാണ്ഡവരുടെ അടുത്ത് ചെല്ലുകയും അവിടെ നിന്ന് യുധിഷ്ഠിരൻ വളരെ വിശദമായിട്ടുള്ള രീതിയിലുള്ള ദൂത് കൊടുത്തുവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം സഞ്ജയൻ വന്നിട്ട് ധൃതരാഷ്ട്രരോട് പറയുന്നതാണ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കേട്ടത്. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേ ധൃതരാഷ്ട്രർക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. പ്രജാഗരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഉണർന്നിരിക്കുന്ന അവസ്ഥ എന്നാണ്. അപ്പം ഇത് എല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ധൃതരാഷ്ട്രർക്ക് ഇറക്കപ്പൊരുതി ഇല്ലാതായി. അങ്ങനെ ധൃതരാഷ്ട്രർ തൻ്റെ അനുജനായിട്ടുള്ള വിദുരരെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സങ്കടമായിട്ട് പറയുന്നതാണ്. ഇത് കേട്ടിട്ട് വിദുരർ പറയുന്നതാണ് ഇതിലെ കഥാഭാഗം. അപ്പം ബാക്കിയുള്ള മഹാഭാരതങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഹാഭാരതം സംസ്കൃതത്തിൽ എങ്ങനെയാണോ രചിക്കപ്പെട്ടിട്ടുള്ളത് അത് അതേ രീതിയിൽ തന്നെ ഗദ്യത്തിലേക്ക് ഇവിടെ വിവർത്തനം ചെയ്തിരിക്കുകയാണ് വിദ്വാൻ കെ പ്രകാശൻ എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തി. അപ്പോൾ അത് DC ബുക്സ് 6 വാല്യങ്ങളായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് കഥ നടക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് പ്രജാഗരപർവം പറയുകയാണ്. എന്നും പറയുന്നതിലും കുറച്ച് വേഗത കുറച്ചിട്ടായിരിക്കും ഇന്ന് നമ്മൾ ഇതിലൂടെ കടന്നു പോകുന്നത്. കാരണം അത്രയും പ്രാധാന്യമുള്ളതാണ്, അത്രയും ഉപദേശങ്ങൾ നിറഞ്ഞതാണ് ഈ ഒരു പർവം. അപ്പോൾ നമ്മൾ പ്രജാഗരപർവം ആരംഭിക്കുകയാണ്. പ്രജാഗരം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉറക്കം വരാതിരിക്കൽ അല്ലെങ്കിൽ ഉണർന്നിരിക്കൽ എന്നാണ്. അതിൽ വിദുരഹിതവാക്യം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേൾക്കുന്നത്. വൈശമ്പായനനാണ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയാണ്, സഞ്ജയൻ പോയതിനു ശേഷം ബുദ്ധിമാനായിട്ടുള്ള ധൃതരാഷ്ട്ര മഹാരാജാവ് വാതിക്കൽ നിൽക്കുന്ന കാവൽക്കാരനെ വിളിച്ച് ഉടനെ തന്നെ വിദുരനെ വിളിച്ചുകൊണ്ട് വരുവാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചു. കാവൽക്കാരൻ വിദുരനെ ചെന്ന് കണ്ട് പറഞ്ഞു, രാജാവ് അങ്ങയെ കാണാൻ കാത്തിരിക്കുന്നു, അങ്ങ് ഉടനെ എത്തണം. വിദുരൻ ഉടനെ തന്നെ പുറപ്പെട്ടു. കൊട്ടാരത്തിൻ്റെ വാതിക്കലെത്തിയ വിദുരൻ കാവൽക്കാരനോട് പറഞ്ഞു, ഇതാ വിദുരൻ വന്നിരിക്കുന്നു എന്ന് രാജാവിനെ അറിയിക്കുക. കാവൽക്കാരൻ ധൃതരാഷ്ട്രരെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, മഹാരാജാവേ, ഇതാ വിദുരൻ ഞങ്ങളുടെ കൽപ്പന അനുസരിച്ച് വന്നു നിൽക്കുന്നു, എന്ത് വേണമെന്ന് കൽപ്പിച്ചാലും. രാജാവ് പറഞ്ഞു, ഇങ്ങോട്ട് കടത്തിവിടുക. ആ മഹാബുദ്ധിമാനും ദൂരക്കാഴ്ചയുള്ളവനുമായിട്ടുള്ള വിദുരൻ എന്നെ കാണുവാൻ സമയം നോക്കേണ്ടതില്ല, എപ്പോഴും എൻ്റെ അടുത്ത് വരാനായിട്ടുള്ള അനുവാദം അവനുണ്ട്. കാവൽക്കാരൻ പറഞ്ഞു, അല്ലയോ വിദുര, അങ്ങ് ബുദ്ധിമാനായിട്ടുള്ള മഹാരാജാവിൻ്റെ അന്തഃപുരത്തിൽ കയറിയാലും അങ്ങ് രാജാവിനെ കാണുവാൻ സമയം നോക്കേണ്ടതില്ലെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. വിദുരൻ ധൃതരാഷ്ട്രരുടെ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു. ചിന്തയിൽ മുഴുകിയിരിക്കുന്ന രാജാവിനെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു, വിദുരർ ഇതാ നിൽക്കുന്നു. മഹാബുദ്ധിമാനെ, അങ്ങയുടെ കൽപ്പനപ്രകാരം ഇതാ ഞാൻ എത്തിയിരിക്കുന്നു. വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ എന്നോട് കൽപ്പിച്ചാലും. ധൃതരാഷ്ട്രർ പറഞ്ഞു, സഞ്ജയൻ വന്നിട്ട് എന്നെ കുറേ കുറ്റപ്പെടുത്തി പോയിരിക്കുന്നു. അജാതശത്രു, അതായത് യുധിഷ്ഠിരൻ പറഞ്ഞ നാളെ പുലർച്ചെ സഭയിൽ വെച്ച് പറയുന്നതാണ്. ഇപ്പോൾ കുരുവംശത്തിൽ ജനിച്ച അവൻ്റെ വാക്ക് എന്തെന്നറിയാത്തതുകൊണ്ട് എൻ്റെ ശരീരം മുഴുവനും ചുട്ടു നീറുകയാണ്. ഉറക്കം വരുന്നതുമില്ല. ഉറക്കം വരാതെ ഉള്ളൊരുകുന്ന എന്നെ നീ കാണുന്നില്ലേ? ധർമ്മവും അർത്ഥവും നന്നായി അറിയുന്ന അങ്ങ് എൻ്റെ നന്മയ്ക്കായി വേണ്ടതെന്താണെന്ന് പറഞ്ഞു തന്നാലും. സഞ്ജയൻ പാണ്ഡവരുടെ അടുത്തു നിന്ന് മടങ്ങിയെത്തിയപ്പോൾ എൻ്റെ മനസ്സിന് ലേശം പോലും സമാധാനം ലഭിക്കുന്നില്ല. ഇന്ദ്രിയങ്ങളൊന്നും നിയന്ത്രണത്തിലല്ല. അവൻ എന്താണാവോ പറയാൻ പോകുന്നത് എന്ന ചിന്ത എന്നെ അസ്വസ്ഥനാക്കുന്നു. വിതുരൻ പറഞ്ഞു, ബലവാനോട് എതിർത്തവനും ഉപജീവനത്തിന് മാർഗമില്ലാത്തവനും ധനം നഷ്ടപ്പെട്ടവനും പാവപ്പെട്ടവനും കാമമുള്ളവനും കള്ളനും ഉറക്കം വരില്ല. ഈ വലിയ ദോഷങ്ങളിലൊന്നും അങ്ങയെ ബാധിച്ചിട്ടില്ലല്ലോ. മറ്റുള്ളവരുടെ സമ്പത്തിൽ ആഗ്രഹം തോന്നി അങ്ങ് വിഷമിക്കുകയല്ലല്ലോ. ഇത് കേട്ടിട്ട് ധൃതരാഷ്ട്രർ പറഞ്ഞു, നിന്റെ വാക്ക് ധർമ്മത്തിന് ചേർന്നതും നന്മ വരുത്തുന്നതുമാണ്.
അത് കേൾക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഈ രാജർഷകുലത്തിൽ ജനിച്ചവരിൽ വെച്ച് ഏറ്റവും യോഗ്യനായിട്ടുള്ള പണ്ഡിതൻ നീ ഒരാൾ മാത്രമാണ്. വിതുരർ പറഞ്ഞു, നല്ല ലക്ഷണങ്ങളുള്ള രാജാവ് 3 ലോകത്തിൻ്റെയും അധിപനായി ഭവിക്കും. അങ്ങ് ധർമ്മമുള്ളവനാണെങ്കിലും അങ്ങേക്ക് വഴങ്ങി നിൽക്കുന്ന യുധിഷ്ഠിരനെ കാട്ടിലേക്ക് അയച്ചതുകൊണ്ടും ആ രാജകുമാരൻ്റെ അവകാശം സമ്മതിക്കാത്തതുകൊണ്ടും കാഴ്ചശക്തിയുടെ കുറവുകൊണ്ടും രാജലക്ഷണം അങ്ങയിൽ വിപരീതമായിട്ടാണ് കാണുന്നത്. ക്രൂരതയില്ലാത്ത സ്വഭാവം, ദയ, ധർമ്മം, സത്യം, പരാക്രമം, അങ്ങയോടുള്ള ബഹുമാനം എന്നിവയാലാണ് യുധിഷ്ഠിരൻ ഈ കഷ്ടപ്പാടൊക്കെ സഹിക്കുന്നത്. ദുര്യോധനൻ, ശകുനി, കർണൻ, ദുശാസനൻ എന്നിവരിൽ അധികാരമേൽപ്പിച്ചിട്ട് പിന്നെ ഐശ്വര്യത്തിനായിട്ട് അങ്ങ് ആഗ്രഹിക്കുകയാണോ? പണ്ഡിതന്മാരെയും പണ്ഡിതരല്ലാത്തവരെയും അങ്ങ് ആദ്യമായി തിരിച്ചറിയണം. ആത്മജ്ഞാനം, വലിയ ഉത്സാഹം, ക്ഷമ, ധർമ്മത്തിലുള്ള നിഷ്ഠ എന്നിവയോട് കൂടിയിട്ട് ലക്ഷ്യം വിടാതെ പ്രവർത്തിക്കുന്നവനാണ് പണ്ഡിതൻ. കോപം, സന്തോഷം, അഹങ്കാരം, ലജ്ജ, മടി, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കൽ ഇവയൊന്നും ലക്ഷ്യപ്രാപ്തിക്ക് തടസ്സമാകാതെ പ്രവർത്തിക്കുന്നവനെയാണ് പണ്ഡിതൻ എന്ന് പറയുന്നത്. ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയല്ലാതെ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചിട്ട് മറ്റാരെയും അറിയിക്കാതെയും ചെയ്തു കഴിഞ്ഞാൽ മാത്രം മറ്റുള്ളവർ അറിയുന്ന വിധത്തിലും കാര്യങ്ങൾ നടത്തുന്നവൻ ആരോ അവനാണ് പണ്ഡിതൻ. തണുപ്പ്, ചൂട്, ഭയം, അനുരാഗം, ഐശ്വര്യം, ദാരിദ്ര്യം എന്നിവയാൽ തടസ്സപ്പെടാതെ ആ തടസ്സങ്ങളെ അവഗണിച്ച് ഉത്സാഹത്തോടെ കാര്യം നടത്തുന്നവൻ ആരോ അവനാണ് പണ്ഡിതൻ. ധർമ്മത്തിലും അർത്ഥത്തിലും ബുദ്ധി ഉറപ്പിച്ച് നിർത്തുകയും നന്മയ്ക്കായി പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ഏവനാണോ അവനാണ് ശരിയായ പണ്ഡിതൻ. ഉത്സാഹിക്കുകയും ശക്തിക്കനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത് ഒന്നിനെയും നിസ്സാരമായി കാണാതെ ബുദ്ധി ധർമ്മത്തിലും സമ്പത്തിലും ഉറപ്പിച്ചു നിർത്തി ജീവിക്കുന്നവൻ ആരോ അവനാണ് പണ്ഡിതൻ. പണ്ഡിതന്മാരെയും പണ്ഡിതരല്ലാത്തവരെയും അങ്ങ് ആദ്യമായി തിരിച്ചറിയണം. ആത്മജ്ഞാനം, വലിയ ഉത്സാഹം, ക്ഷമ, ധർമ്മത്തിലുള്ള നിഷ്ഠ എന്നിവയോടുകൂടി ലക്ഷ്യം വിടാതെ പ്രവർത്തിക്കുന്നവനാണ് പണ്ഡിതൻ. കോപം, സന്തോഷം, അഹങ്കാരം, ലജ്ജ, മടി, ബഹുമാനിക്കേണ്ടവരെ മാനിക്കൽ ഇവയൊന്നും ലക്ഷ്യപ്രാപ്തിക്ക് തടസ്സമാകാതെ പ്രവർത്തിക്കുന്നവനെയാണ് പണ്ഡിതൻ എന്ന് പറയുന്നത്. ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയല്ലാതെ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചിട്ട് മറ്റാരെയും അറിയിക്കാതെയും ചെയ്തു കഴിഞ്ഞാൽ മാത്രം മറ്റുള്ളവർ അറിയുന്ന വിധത്തിലും കാര്യങ്ങൾ നടത്തുന്നവനാരോ അവനാണ് പണ്ഡിതൻ. തണുപ്പ്, ചൂട്, ഭയം, അനുരാഗം, ഐശ്വര്യം, ദാരിദ്ര്യം എന്നിവയാൽ തടസ്സപ്പെടാതെ ആ തടസ്സങ്ങളെ അവഗണിച്ച് ഉത്സാഹത്തോടെ കാര്യം നടത്തുന്നവൻ ആരോ അവനാണ് പണ്ഡിതൻ. ധർമ്മത്തിലും അർത്ഥത്തിലും ബുദ്ധി ഉറപ്പിച്ച് നിർത്തുകയും നന്മയ്ക്കായി പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ഏവനാണോ അവനാണ് ശരിയായ പണ്ഡിതൻ. ഉത്സാഹിക്കുകയും ശക്തിക്കനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത് ഒന്നിനെയും നിസാരമായി കാണാതെ ബുദ്ധി ധർമ്മത്തിലും സമ്പത്തിലും ഉറപ്പിച്ചു നിർത്തി ജീവിക്കുന്നവൻ ആരോ അവനാണ് പണ്ഡിതൻ. കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കുകയും മറ്റുള്ളവർ പറയുന്നത് ക്ഷമയോടെ കേൾക്കുകയും ഫലമുണ്ടാകുമെന്ന് കരുതി ദാനം നൽകുകയും ചെയ്യുന്നത് പണ്ഡിതൻ്റെ പ്രധാന ലക്ഷണമാണ്. കിട്ടാത്ത വസ്തുക്കളിൽ ആഗ്രഹം വെക്കാതെയും നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിക്കാതെയും ആപത്തുകളിൽ തളരാതെയും ഇരിക്കുന്നവൻ ആരോ അവനാണ് പണ്ഡിതൻ. നന്നായി ചിന്തിച്ചുറപ്പിച്ചതിന് ശേഷം മാത്രമേ കാര്യങ്ങളിൽ ഏർപ്പെടുകയുള്ളൂ. തുടങ്ങിയ കാര്യം ഇടയ്ക്ക് വെച്ച് നിർത്തുകയുമില്ല. സമയം വെറുതെ പാഴാക്കി കളയുകയുമില്ല. ഇങ്ങനെ ഏതൊരുത്തൻ പ്രവർത്തിക്കുന്നുവോ അവനാണ് പണ്ഡിതൻ. ശ്രേഷ്ഠമായ പ്രവൃത്തിക്ക് ചേരുന്ന ഐശ്വര്യകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും തനിക്ക് നന്മ വരാൻ ആഗ്രഹിക്കുന്ന നല്ലവരോട് അസൂയപ്പെടാതിരിക്കുകയും ചെയ്യുന്നതാണ് പണ്ഡിതൻ്റെ ലക്ഷണം. തനിക്ക് വന്നു ചേർന്ന നന്മയിലും ബഹുമതികളിലും അമിതമായി സന്തോഷിക്കാതിരിക്കുകയും അപമാനമുണ്ടായാൽ ദുഃഖിക്കാതിരിക്കുകയും ഗംഗയിലെ ആഴമുള്ള ഭാഗം പോലെ ഇളകാത്ത മനസ്സോടെ നിൽക്കുകയും ചെയ്യുന്നത് ഏതൊരുത്തനാണോ അവനാണ് പണ്ഡിതൻ. എല്ലാ ജീവികളുടെയും സ്വഭാവത്തെപ്പറ്റി അറിയുന്നവനായി, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയവനായി, കൃത്യസമയത്ത് മനുഷ്യരുടെയും മറ്റ് ജീവജാലങ്ങളുടെ സ്വഭാവവും രീതിയും ഉപായവും സന്ദർഭാനുസരണം മനസ്സിലാക്കുന്നവനായി ആരെയാണോ കാണുന്നത് അവനാണ് പണ്ഡിതൻ. ഭംഗിയായി സംസാരിക്കുകയും താൻ ഏറ്റെടുത്ത കടമ മറക്കാതെ പ്രവർത്തിക്കുകയും ഗ്രന്ഥങ്ങളുടെ അർത്ഥം അറിയാത്തവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നവൻ ആരോ അവനാണ് പണ്ഡിതൻ. അറിവിനനുസരിച്ച് ശാസ്ത്രവിജ്ഞാനവും ശാസ്ത്രത്തിന് ചേരുന്ന രീതിയിലുള്ള ബുദ്ധിയും ഇവ രണ്ടും ചേർന്ന് ലോകമര്യാദ വിടാതെ പ്രവർത്തിക്കുന്നത് ഏവനോ അവനാണ് പണ്ഡിതൻ. വിഡ്ഢികൾ ഈ പറഞ്ഞതിൽ നിന്നൊക്കെ വിപരീതമായി പ്രവർത്തിക്കുന്നവരായിരിക്കും. അറിവില്ലെങ്കിലും അറിവുണ്ടെന്ന് അഹങ്കരിക്കുകയും ശാസ്ത്രബോധമില്ലെങ്കിലും
എല്ലാം അറിയാമെന്ന് ഭാവിക്കുകയും കയ്യിലൊന്നുമില്ലെങ്കിലും എല്ലാം തനിക്കാണെന്ന മോഹം വർദ്ധിച്ച് അതിൽ ആഗ്രഹിക്കുകയും ഒരു പണിയും ചെയ്യാതെ കൂലി ലഭിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് വിഡ്ഢിയുടെ ലക്ഷണമാണെന്ന് പണ്ഡിതന്മാർ തന്നെ പറയുന്നു. സ്വന്തം സമ്പത്തിനെ കളയുകയും മറ്റുള്ളവരുടെ സമ്പത്തിൽ ആഗ്രഹം വെക്കുകയും ചെയ്യുക, സ്നേഹിതരെ സമ്പാദിക്കുവാൻ അനാവശ്യ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുക, ഇവ വിഡ്ഢിയുടെ സ്വഭാവങ്ങളാണ്. തന്നോട് സ്നേഹമില്ലാത്തവരെ സ്നേഹിച്ച് അവർക്ക് പിന്നാലെ നടക്കുകയും തന്നോട് സ്നേഹമുള്ളവരെ ഉപേക്ഷിക്കുകയും ചെയ്യുക, ശക്തരായവരോട് പക പുലർത്തുക, ഇത് വിഡ്ഢിയുടെ ലക്ഷണമാണ്. ശത്രുവായവനെ മിത്രമായി കരുതി കൊണ്ടു നടക്കുക, സ്നേഹിതരെ ദ്രോഹിക്കുക, വളരെ മോശമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുക, അങ്ങനെയുള്ളവർ ബുദ്ധിയില്ലാത്തവനാകുന്നു. ചെയ്യേണ്ട പ്രവൃത്തികളിലെല്ലാം സംശയിച്ച് നിൽക്കുക, എങ്ങും എപ്പോഴും സംശയിക്കുക, ഉടനെ ചെയ്യേണ്ട കാര്യങ്ങളിൽ താമസം വരുത്തുക, ഇത് വിഡ്ഢിയുടെ സ്വഭാവമാണ്. പിതൃക്കൾക്ക് ബലി നൽകാതിരിക്കുക, ദൈവങ്ങളെ ആരാധിക്കാതിരിക്കുക, നല്ലവരായ സുഹൃത്തുക്കളെ നേടാതിരിക്കുക, ഇതെല്ലാം വിഡ്ഢിയുടെ സ്വഭാവങ്ങളാണ്. മറ്റൊരാളുടെ വീട്ടിൽ വിളിക്കാതെ കയറി ചെല്ലുക, തന്നോട് ചോദിക്കാതെ തന്നെ ഇടയിൽ കയറി ധാരാളം സംസാരിക്കുക, വിശ്വസിക്കാൻ കൊള്ളാത്തവരെ വിശ്വസിക്കുക, ഇത് വിഡ്ഢിയുടെ സ്വഭാവമാണ്. മറ്റുള്ളവരുടെ കുറ്റങ്ങളെപ്പറ്റി പറയുക, അതേ കുറ്റങ്ങൾ തന്നെ തൻ്റെ ഉള്ളിലുള്ളതിനെ കുറിച്ചിട്ട് ചിന്തിക്കാതിരിക്കുക, വല്ലതും പറഞ്ഞാൽ കാരണം ചിന്തിക്കാതെ കോപിക്കുക, ഇത് വിഡ്ഢികളുടെ ലക്ഷണമാണ്. തൻ്റെ ബലം എത്രയുണ്ടെന്ന് മനസ്സിലാക്കാതെ ഓരോ കാര്യത്തിൽ ഇടപെടുക, ധർമ്മത്തെയും സമ്പത്തിനെയും ഉപേക്ഷിച്ച് ലഭിക്കാത്ത കാര്യങ്ങൾ പരിശ്രമം കൂടാതെ എളുപ്പവഴിയിൽ കിട്ടുവാൻ ആഗ്രഹിക്കുക, ഇത് ഒരു വിഡ്ഢിയുടെ സ്വഭാവമാണ്. ശിഷ്യനില്ലാത്തവനെ ശാസിക്കുക, ദാനം ചെയ്യാത്തവനെ ചെന്ന് സേവിക്കുക, പിശുക്കന്മാരെ സ്നേഹിക്കുക, ഇങ്ങനെ ജീവിക്കുന്നവൻ ബുദ്ധിയില്ലാത്തവനാണ്. ഇത്തരം വിഡ്ഢികളെ അകറ്റി നിർത്തേണ്ടതാണ്. വളരെ ധനവും വലിയ അറിവും നേടി വലിയ ഐശ്വര്യത്തോടു കൂടിയിട്ട് ഒരാൾ അഹങ്കാരമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവൻ പണ്ഡിതനാണെന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങൾ അത് കൊതിയോടെ നോക്കി നിൽക്കുന്ന ആശ്രിതർക്ക് ഒട്ടും കൊടുക്കാതെ സ്വയം കഴിക്കുകയും നല്ല വസ്ത്രം കൂടെയുള്ളവർക്ക് നൽകാതെ സ്വയമായി അണിഞ്ഞു നടക്കുകയും ചെയ്യുന്നവനെ പോലെ ക്രൂരനായിട്ട് മറ്റാരുണ്ട്? ഒരാൾ പാപകർമ്മം ചെയ്താൽ ആ പാപത്തിൻ്റെ ഫലം പലരിലും എത്തും. കാലക്രമേണ അത് ചെയ്തവന് അതിൻ്റെ ഫലം കിട്ടാതെ പോവുകയില്ല. ബില്ലാളി എയ്തു വിടുന്ന അമ്പ് ഒരാളെ കൊന്നുവെന്നും കൊന്നില്ലെന്നും വരാം. എന്നാൽ ബുദ്ധിമാൻ പ്രയോഗിക്കുന്ന ബുദ്ധിയാകുന്ന അമ്പ് രാജ്യം മുഴുവൻ നശിപ്പിച്ചു വിടും. അങ്ങ് ബുദ്ധി കൊണ്ട് കാര്യസാധ്യമാണോ അല്ലയോ എന്ന് അറിഞ്ഞ് അതിൽ ഉറച്ച് സമാധാന ചർച്ച, ദാനം, ഭിന്നിപ്പിക്കൽ, ശിക്ഷ, അതായത് സാമം, ദാനം, ഭേദം, ദണ്ണം എന്നീ 4 വഴികളിലൂടെ അങ്ങ് 3 അവസ്ഥകളെ നന്മ, തിന്മ, സമനില ഇവ അടക്കി 5 ഇന്ദ്രിയങ്ങളെ ജയിച്ച് 7 തിന്മകളെ സ്ത്രീവിഷയം, ചൂതാട്ടം, വേട്ടയാടൽ, മദ്യപാനം, കഠിനമായ സംസാരം, കഠിനമായ ശിക്ഷ, സമ്പത്ത് ദുരുപയോഗം ചെയ്യൽ, ഇവയാണ് 7 തിന്മകൾ. ഇവയെ ഉപേക്ഷിച്ചിട്ട് സുഖമായി ജീവിച്ചാലും. വിഷം ഒരാളെ മാത്രമേ കൊല്ലൂ, ആയുധവും ഒരുമാളെ മാത്രമേ കൊല്ലൂ. എന്നാൽ നാട്ടുകാർ കലാപത്തിനൊരുങ്ങിയാൽ രാജാവടക്കമുള്ള നാട് മുഴുവനും നശിപ്പിച്ചു കളയും. മധുരപദാർത്ഥങ്ങൾ മറ്റുള്ളവർക്ക് നൽകാതെ ഒറ്റയ്ക്കിരുന്ന് അനുഭവിക്കരുത്. കാര്യങ്ങൾ ഒറ്റയ്ക്ക് മാത്രം ചിന്തിച്ച് തീരുമാനത്തിലെത്തരുത്. തനിച്ച് യാത്ര ചെയ്യരുത്. എല്ലാവരും ഉറങ്ങുമ്പോൾ ഒരാൾ മാത്രം ഉണർന്നിരിക്കരുത്. പാണ്ഡവരും കൗരവരും അങ്ങേക്ക് ഒരുപോലെയല്ലേ? അങ്ങ് സത്യത്തെ മറക്കരുത്. സത്യം സ്വർഗത്തിലേക്കുള്ള ഗോവണിയാണ്. കടലിൽ തോണി പോലെ സത്യം മനുഷ്യനെ ആപത്തിൽ നിന്ന് രക്ഷിക്കും. സത്യത്തെപ്പോലെ തന്നെ വിശിഷ്ടമാണ് ക്ഷമയും. ഒരാൾ ഒരു തെറ്റിനെ ക്ഷമിച്ചു കഴിഞ്ഞാൽ അവൻ രണ്ടാമത്തെ ദോഷം കാണാതിരിക്കില്ല. ക്ഷമാശീലനെ ചിലർ അശക്തനാണെന്ന് കരുതും. അതിൽ അവന് ദോഷമൊന്നും സംഭവിക്കുകയില്ല. ക്ഷമയാണ് വലിയ സമ്പത്ത്. ക്ഷമ അശക്തർക്ക് ഗുണവും ശക്തർക്ക് അലങ്കാരവുമാണ്. ലോകത്തെ മുഴുവൻ വശീകരിക്കുവാൻ ക്ഷമ കൊണ്ട് സാധിക്കും. ക്ഷമയ്ക്ക് സാധിക്കാത്തതായി ഒന്നുമില്ല. സമാധാനമാകുന്ന വാൾ കയ്യിലെടുത്തവനെ ദുഷ്ടന്മാർക്ക് എന്തു ചെയ്യാൻ കഴിയും? ഉണങ്ങിയ പുല്ലില്ലാത്തടത്ത് തീ വീണാൽ അത് തനിയെ കെട്ടുപോകുകയല്ലേ ചെയ്യുന്നത്? ക്ഷമയില്ലാത്തവൻ വലിയ ദോഷം തന്നിൽ തന്നെ ചേർക്കുന്നു. ഏകമായ ധർമ്മം വലിയ നന്മ നൽകുന്നതുപോലെ ഏകമായിട്ടുള്ള ക്ഷമ ഉത്തമമായിട്ടുള്ള സമാധാനമാണ്. അതുപോലെ അറിവ് പരമമായിട്ടുള്ള തൃപ്തിയെയും അഹിംസ പരമമായിട്ടുള്ള സുഖത്തെയും നൽകുന്നു. ഇനിയും 2ആയി നിൽക്കുന്ന ഗുണദോഷങ്ങളെ ചൂണ്ടിക്കാണിക്കാം. ശത്രുവിനെ ശിക്ഷിക്കാത്ത രാജാവ്, യാത്ര ചെയ്യാത്ത ബ്രാഹ്മണൻ എന്നീ 2 കൂട്ടരെയും പാമ്പ്, എലി എന്ന പോലെ ഭൂമി വിഴുങ്ങിക്കളയും. ഒരിക്കലും കഠിനമായ വാക്കുകൾ പറയാതിരിക്കുക. ഒന്നും കൊണ്ടും മോശമായവരെ ബഹുമാനിക്കാതിരിക്കുക. ഈ 2 കാര്യങ്ങൾ ചെയ്താൽ മനുഷ്യൻ ഈ ലോകത്തിൽ ശോഭിക്കും. മോശക്കാരായിട്ടുള്ള സ്ത്രീകളെ സ്നേഹിക്കുന്നവരും ബഹുമാനിക്കേണ്ടാത്തവരെ ബഹുമാനിക്കുന്നവരുമായ ആളുകൾ വിശ്വാസയോഗ്യരല്ല. പാവപ്പെട്ടവൻ്റെ ദേഷ്യവും കഴിവില്ലാത്തവൻ്റെ കോപവും
ശരീരത്തിനെ തളർത്തുന്ന കഠിനമായ വേദനകളാണ്. സ്വതന്ത്രനില്ലാത്ത കാമുകനും സ്വാതന്ത്ര്യമില്ലാത്ത കോപക്കാരനും. ഇവർ രണ്ടുപേരും വിപരീത പ്രവൃത്തികളിൽ സന്തോഷിക്കില്ല. ഒരു പ്രവൃത്തിയും ചെയ്യാൻ തയ്യാറില്ലാത്ത കുടുംബനാഥനും കാര്യങ്ങളിൽ ഏർപ്പെടാത്ത സന്യാസിയും ശോഭയില്ലാത്തവരാണ്. ഇവർ സ്വർഗത്തിൻ്റെ പുറത്താണ്. ക്ഷമയുള്ള യജമാനും ദാനശീലനായിട്ടുള്ള പാവപ്പെട്ടവനും. ഇവർ രണ്ടുപേരും സ്വർഗത്തിന് മുകളിലായി നിലകൊള്ളുന്നു. അർഹതയില്ലാത്തവർക്ക് ദാനം നൽകുന്നതും അർഹതയുള്ളവർക്ക് നൽകാതിരിക്കുന്നതും ന്യായമായി നേടിയ സമ്പത്തിന് വിനയായി വരും. ജോലി ചെയ്യാൻ തയ്യാറല്ലാത്ത പാവപ്പെട്ടവനെയും ദാനം ചെയ്യാത്ത സമ്പന്നനെയും കഴുത്തിൽ വലിയ കല്ലുകെട്ടി ആഴക്കടലിൽ താഴ്ത്തിവിടണം. ഹേ പുരുഷശ്രേഷ്ഠ, രണ്ടുപേർ സൂര്യമണ്ഡലത്തിലെ പിളർന്നുയരുന്ന മഹാത്മാക്കളാണ്. ഒന്ന് യോഗ്യനായിട്ടുള്ള സന്യാസി, മറ്റൊന്ന് യുദ്ധകളത്തിൽ പോരാടി മരിച്ച വീരയോദ്ധാവ്. മനുഷ്യർ 3 തരത്തിലുണ്ട്: ഉത്തമൻ, അധമൻ, മധ്യസ്ഥൻ എന്നിങ്ങനെ. ഈ 3 വിധം ആളുകളെ 3 വിധം തൊഴിലുകളിൽ ഏർപ്പെടുത്തണം. ഭാര്യ, ദാസൻ, പുത്രൻ എന്നീ 3 പേർക്ക് സ്വന്തമായി സമ്പത്തില്ല. അവർ സമ്പാദിക്കുന്ന സ്വത്ത് അവർ ആരുടെ കീഴിലാണോ അവർക്കുള്ളതാണ്. അതിഭയങ്കരമായിട്ടുള്ള 3 ദോഷങ്ങൾ ഇനി പറയാം. മറ്റൊരാളുടെ സമ്പത്ത് മോഷ്ടിക്കുക, മറ്റൊരാളുടെ ഭാര്യയെ മോഹിക്കുക, സുഹൃത്തുക്കളെ ഉപേക്ഷിക്കുക. ഇവ 3 ഭയങ്കരമായിട്ടുള്ള ദോഷങ്ങളാണ്. നാശമുണ്ടാക്കുന്ന 3 നരകമാർഗങ്ങൾ ഇനിയും പറയാം. ക്രാമം, ക്രോധം, ലോഭം. അതുകൊണ്ട് ഇവ 3 അങ്ങ് ഉപേക്ഷിക്കണം. പേടിയുള്ളവനെയും സ്നേഹിക്കുന്നവനെയും ഞാൻ അങ്ങയുടെ ആളാണെന്ന് പറയുന്നവനെയും സംരക്ഷിക്കണം. അവരെ ഉപേക്ഷിക്കരുത്. വരദാനം, രാജ്യാഭിലാഷം, പുത്രജന്മം എന്നീ 3 നേട്ടങ്ങളും ശത്രുവിനെ സങ്കടത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന ഒരേ ഒരു പ്രവൃത്തിയോട് തുല്യമാണ്. ഒരിക്കലും കഠിനമായ വാക്കുകൾ പറയാതിരിക്കുക. ഒന്നും കൊണ്ടും മോശമായവരെ ബഹുമാനിക്കാതിരിക്കുക. ഈ 2 കാര്യങ്ങൾ ചെയ്താൽ മനുഷ്യൻ ഈ ലോകത്തിൽ ശോഭിക്കും. വരദാനം, രാജ്യാഭിലാഷം, പുത്രജന്മം എന്നീ 3 നേട്ടങ്ങളും ശത്രുവിനെ സങ്കടത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന ഒരേ ഒരു പ്രവൃത്തിയോട് തുല്യമാണ്. ഇനിയും രാജാവ് ആലോചനകൾ പങ്കുചേർക്കാൻ പാടില്ലാത്തവർ ആരൊക്കെയാണെന്ന് പറയാം. അറിവില്ലാത്തവൻ, കാര്യങ്ങൾ വല്ലാതെ നീട്ടിക്കൊണ്ടു പോകുന്നവൻ, എപ്പോഴും മടിയനായിരിക്കുന്നവൻ, മുഖസ്തുതി പറയുന്നവൻ. ഈ 4 പേർ ഉപദേശങ്ങൾക്കായി കൂടെ കൂട്ടാൻ കൊള്ളാത്തവരാണ്. കുടുംബജീവിതത്തിൽ ഐശ്വര്യത്തോടെ കഴിയാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന 4 പേരെ വീട്ടിൽ താമസിപ്പിക്കണം. പ്രായമായ ജ്ഞാനി, ഉയർന്ന തറവാട്ടിൽ ജനിച്ച പാവപ്പെട്ടവൻ, സ്നേഹമുള്ള ദരിദ്രനായിട്ടുള്ള സുഹൃത്ത്, മക്കളില്ലാത്ത സഹോദരി എന്നിവരാണവർ. പണ്ട് ബൃഹസ്പതി ഇന്ദ്രനോട് പറഞ്ഞ 4 കാര്യങ്ങളാണ് പെട്ടെന്ന് ഫലം നൽകുന്നത്: ദൈവങ്ങളുടെ നിശ്ചയം, ബുദ്ധിമാന്മാരുടെ പ്രഭാവം, അറിവുള്ളവരുടെ വിനയം, പാപം ചെയ്യുന്നവരുടെ നാശം. ഇവ വേഗത്തിൽ ഫലം നൽകും. ഭയം നീക്കുന്നതിന് 4 തരം പ്രവൃത്തികളുണ്ട്: അഗ്നിഹോത്രം, മൗനം, പഠനം, യജ്ഞം. എന്നാൽ ഇവ പ്രശസ്തിക്ക് വേണ്ടി മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഫലം ദോഷകരമായിരിക്കും. മനുഷ്യർ ബഹുമാനിക്കേണ്ട 5 അഗ്നികളുണ്ട്. അവരെ കഷ്ടപ്പെട്ട് സേവിക്കേണ്ടതാണ്. അച്ഛൻ, അമ്മ, അഗ്നി, ആത്മാവ്, ഗുരു എന്നിവരാണവർ. 5 പേരെ ആരാധിച്ചാൽ പ്രശസ്തി നേടാം. പിതൃക്കൾ, ദേവന്മാർ, ഋഷികൾ, അതിഥികൾ, പാമ്പുകൾ എന്നിവരാണവർ. 5 പേർ എവിടെ ചെന്നാലും കൂടെയുണ്ടാവും. സുഹൃത്തുക്കൾ, ശത്രുക്കൾ, മധ്യസ്ഥർ, ഗുരുക്കന്മാർ, സേവകർ എന്നിവരാണവർ. മനുഷ്യനുള്ള 5 ഇന്ദ്രിയങ്ങളിൽ ഒന്നിനെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ ഒരു പാത്രത്തിലെ സുഷിരത്തിലൂടെ വെള്ളം ഒലിച്ചു പോകുന്നത് പോലെ ബുദ്ധി നശിച്ചു പോകും. ഐശ്വര്യവും പുരോഗതിയും ആഗ്രഹിക്കുന്നവർ 6 ദോഷങ്ങളെ ഉപേക്ഷിക്കണം: അമിതമായ ഉറക്കം, തളർച്ച, ഭയം, കോപം, മടി, കാര്യങ്ങൾ നീട്ടിവെക്കുന്ന സ്വഭാവം. കടലിൽ തകരാറിലായ തോണി എന്ന പോലെ ഉപേക്ഷിക്കേണ്ടവരായിട്ടുള്ള 6 പേരുണ്ട്: അറിവ് പകർന്നു നൽകാത്ത അധ്യാപകൻ, വേദം പഠിക്കാത്ത പുരോഹിതൻ, സംരക്ഷിക്കാത്ത രാജാവ്, നല്ല വാക്ക് പറയാത്ത ഭാര്യ, നാട്ടിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്ന ആട്ടിടയൻ, കാട്ടിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്ന ശുരകൻ. ഇവരെ തീർച്ചയായും ഉപേക്ഷിക്കണം. മനുഷ്യൻ കൈവിടാൻ പാടില്ലാത്ത 6 ഗുണങ്ങളുണ്ട്: സത്യം, ദാനം, മടിയില്ലായ്മ, അസൂയയില്ലായ്മ, ധൈര്യം, ക്ഷമ. രാജാവേ, ഈ ലോകജീവിതത്തിൽ സുഖം നൽകുന്ന 6 കാര്യങ്ങൾ ഇനി ഞാൻ പറയാം. എപ്പോഴും ധനം വന്നു ചേരുക, രോഗമില്ലാതിരിക്കുക, പ്രിയപ്പെട്ടത് ലഭിക്കുക, സ്നേഹമുള്ള ഭാര്യ, പറയുന്നത് പോലെ അനുഗ്രഹിച്ച് നടക്കുന്ന മകൻ, പ്രയോജനമുള്ള അറിവ്. ഇവ ജീവിതത്തിൽ സുഖം നൽകുന്ന 6 കാര്യങ്ങളാണ്. കാമം, ദേഷ്യം, ദുഃഖം. കാമം, ദേഷ്യം, ദുഃഖം, മോഹം, അഹങ്കാരം, മാനം എന്നീ 6നെയും ഉള്ളിലൊതുക്കുന്നവൻ ഐശ്വര്യം നേടും. അങ്ങനെയുള്ള ജിതേന്ദ്രിയനെ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ ജയിച്ചവനെ പാപങ്ങളോ ആപത്തുകളോ ബാധിക്കില്ല. അശ്രദ്ധരായവരെ കൊണ്ട് കള്ളന്മാരും, രോഗികളായവരെ കൊണ്ട് വൈദ്യന്മാരും, കാമമുള്ളവരെ കൊണ്ട് സ്ത്രീകളും, യജ്ഞം നടത്തുന്നവരെ കൊണ്ട് പുരോഹിതന്മാരും, തർക്കിക്കുന്നവരെ കൊണ്ട് രാജാവും, വിഡ്ഢികളെ കൊണ്ട് പണ്ഡിതന്മാരും ജീവിക്കുന്നു. ഈ 6 പേരൊഴികെ 7ാമതൊരാൾ ഇത്തരം ആളുകളെ കൊണ്ട് ജീവിക്കുന്നില്ല.
6 കാര്യങ്ങൾ നശിക്കുന്നതിനെ കുറിച്ചിട്ട് പറയാം. പശുക്കൾ, സേവനം, കൃഷി, ഭാര്യ, അറിവ്, താഴ്ന്നവരുമായിട്ടുള്ള സമ്പർക്കം എന്നീ 6ഉം ഒരു നിമിഷം പോലും ശ്രദ്ധിക്കാതിരുന്നാൽ നശിച്ചു പോകും. മുമ്പ് ഉപകാരം ചെയ്തവരെ അഥവാ രക്ഷിച്ചവരെ അവഗണിക്കുന്നവരായി 6 പേരുണ്ട്. പഠനം കഴിഞ്ഞ ശിഷ്യൻ ഗുരുവിനെയും, വിവാഹം കഴിഞ്ഞ മകൻ അമ്മയെയും, ആഗ്രഹം തീർന്നവൻ സ്ത്രീയെയും, ധനം ലഭിച്ചവൻ സഹായിയെയും, കാട്ടിലെത്തിയവർ തോണിയെയും, രോഗം മാറിയവൻ വൈദ്യവിനെയും വിസ്മരിക്കുന്നതായി ലോകത്ത് കാണപ്പെടുന്നു. രോഗമില്ലായ്മ, കടമില്ലായ്മ, വിദേശയാത്ര നടത്തേണ്ടി വരാതിരിക്കുക, നല്ലവരുമായുള്ള കൂട്ട്, വിശ്വസ്തമായ തൊഴിൽ, പേടിയില്ലാത്ത താമസം, ഇവ 6ഉം ലോകത്തിലെ സുഖങ്ങളാണ്. അസൂയുള്ളവൻ, ദയയുള്ളവൻ, തൃപ്തിയില്ലാത്തവൻ, ദേഷ്യക്കാരൻ, എപ്പോഴും സംശയിക്കുന്നവൻ, മറ്റുള്ളവരുടെ ഭാഗ്യം കൊണ്ട് ജീവിക്കുന്നവൻ എന്നീ 6 കൂട്ടരും എപ്പോഴും ദുഃഖിക്കുന്നവരാണ്. രാജാക്കന്മാർ സ്ത്രീയെ ഉപേക്ഷിക്കേണ്ടതും വേരുറച്ചു പോയാൽ ദൈവങ്ങൾ പോലും നശിപ്പിക്കുന്നതുമായിട്ടുള്ള 7 ദോഷങ്ങൾ പറയാം. സ്ത്രീ വിഷയം, ചൂതാട്ടം, വേട്ടയാടൽ, മദ്യപാനം, കഠിനമായ സംസാരം, കഠിനമായ ശിക്ഷ, സമ്പത്ത് ദുരുപയോഗം ചെയ്യൽ, ഇവ 7ഉം നശിക്കാൻ പോകുന്ന മനുഷ്യൻ്റെ ലക്ഷണങ്ങളാണ്. പണ്ഡിതന്മാരോടുള്ള ദേഷ്യം, അവരോടുള്ള എതിർപ്പ്, അവരുടെ സ്വത്ത് തട്ടിയെടുക്കൽ, അവരെ കൊല്ലുക, ഇവരെ നിന്ദിക്കുന്നത് ഇഷ്ടപ്പെടുക, അവരെ സ്തുതിക്കാതിരിക്കുക, നല്ല കാര്യങ്ങളിൽ കുറ്റം പറയുക തുടങ്ങിയ ദോഷങ്ങൾ ബുദ്ധിമാൻ തിരിച്ചറിയുകയും അവ ഉപേക്ഷിക്കുകയും ചെയ്യണം. സന്തോഷം നൽകുന്ന 8 കാര്യങ്ങളുണ്ട്. അവയെ ആത്മസുഖത്തിനായി സ്വീകരിക്കണം. ഇഷ്ടപ്പെടുന്നവരുമായുള്ള സമ്പർക്കം, വലിയ ധനലാഭം, പുത്രലബ്ധി, ശാരീരിക സുഖം, കൃത്യസമയത്ത് പ്രിയപ്പെട്ടവ പറയുക, സ്വന്തം വംശത്തിലുള്ളവരുടെ ഉയർച്ച, ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുക, സഭയിൽ വരുമാനം ലഭിക്കുക, ഇവയാകുന്നു. മനുഷ്യന് ശോഭ നൽകുന്ന 8 ഗുണങ്ങൾ പറയാം. ബുദ്ധി, കുലമഹിമ, ഇന്ദ്രിയ നിയന്ത്രണം, അറിവ്, പരാക്രമം, ആവശ്യമായത് മാത്രം പറയുക, കഴിവിനനുസരിച്ച് ദാനം ചെയ്യുക, നന്ദിയുള്ളവനായിട്ടിരിക്കുക, ഇവയാണ് ആ ഗുണങ്ങൾ. ഈ ശരീരം 9 വാതിലുകൾ ഉള്ളതാണ്. അതിന് 3 തൂണുകളുമുണ്ട്, 5 സാക്ഷികളുമുണ്ട്. ജീവാത്മാവ് വസിക്കുന്ന ഈ ശരീരത്തെക്കുറിച്ചിട്ട് ശരിയായി അറിയുന്നവൻ ആരോ അവനാണ് പണ്ഡിതനായിട്ടുള്ള മഹാകവി. 9 വാതിലുകൾ എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ 5ഉം മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ശരീരം എന്നീ 4ഉമാണ്. 3 തൂണുകൾ അവിദ്യ, കാമം, കർമ്മം. 5 സാക്ഷികൾ ശബ്ദം, സ്പർശം, രസം, ഗന്ധം, രൂപം. വീടെന്ന് പറയുന്നത് ശരീരമാണ്. വസിക്കുന്നവനാണ് ചിതാത്മാവ് അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ്. അല്ലയോ ധൃതരാഷ്ട്ര, 10 പേർ ധർമ്മം അറിയാത്തവരാണ്. മദ്യപിച്ചവർ, അമിതമായിട്ട് ആഗ്രഹമുള്ളവർ, ഭ്രാന്തന്മാർ, തളർന്നവർ, ദേഷ്യപ്പെട്ടിരിക്കുന്നവർ, വിശപ്പുള്ളവർ, ലോഭികൾ, പിശുക്കന്മാർ, ഭയന്നവർ, കാമഭ്രാന്തന്മാർ എന്നിവരാണവർ. ഈ 10 പേരുമായി ഇടപഴകാൻ പാടില്ല. ഇതിന് ഉദാഹരണമായി സുധന്യപുത്രന് വേണ്ടിയിട്ട് പറഞ്ഞൊരു കഥ ഞാൻ പിന്നീട് പറയുന്നതാണ്. കാമക്രോധങ്ങളെ ജയിച്ച് അർഹരായവർക്ക് ദാനം നൽകി അഹങ്കാരമില്ലാതെ അറിവുള്ളവനായി വേഗത്തിൽ കാര്യങ്ങൾ നടത്തുന്ന രാജാവാണ് ലോകത്തിന് മാതൃകയാകുന്നത്. വിശ്വസ്തരായവരെ രാജാവ് ശരിയായി തിരിച്ചറിയണം. ദോഷം കണ്ടാൽ ശിക്ഷിക്കാൻ ഒട്ടും മടിക്കരുത്. തെറ്റിനനുസരിച്ച് വേണം ശിക്ഷയും ക്ഷമയും നൽകുവാൻ. അങ്ങനെയുള്ള രാജാവ് ഐശ്വര്യവാനായി ശോഭിക്കും. ഏറ്റവും ബലഹീനനായവനെ പോലും അവഗണിക്കാതെ ഇരിക്കുകയും ശത്രുവിൻ്റെ ബലഹീനതകൾ നോക്കി ബുദ്ധിപൂർവം നീങ്ങുകയും ചെയ്യുക. ബലവാന്മാരോട് നേരിട്ട് ഏറ്റുമുട്ടാതെ അവസരം നോക്കി വീര്യം പ്രയോഗിക്കുക. അവനാണ് ബുദ്ധിമാൻ. ആപത്തുകളിൽ തളരാതെ എപ്പോഴും ജാഗ്രതയോടെ സ്വന്തം പരിശ്രമം തുടരുകയും ദുഃഖത്തെ നിയന്ത്രിച്ച് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്ന മഹാത്മാവിനെ എല്ലാ ശത്രുക്കളെയും നേരിടാൻ സാധിക്കും. പ്രയോജനമില്ലാതെ സമയം കളയാതെയും പാപികളുമായി കൂട്ടുകൂടാതെയും പരസ്ത്രീകളെ ആഗ്രഹിക്കാതെയും ഇരിക്കുക. അഹങ്കാരം, മോഷണം, മദ്യപാനം എന്നിവയില്ലാതെ ജീവിക്കുന്നവൻ എന്നും സുഖിയായിരിക്കും. വാശികൊണ്ട് മാത്രം ധർമ്മം പ്രവർത്തിക്കാതിരിക്കുക. തന്നോട് ചോദിക്കുന്നവരോട് സ്വന്തം കഴിവ് അടിച്ചേൽപ്പിക്കാതിരിക്കുക. സുഹൃത്തുക്കളുമായി തർക്കത്തിന് നിൽക്കാതിരിക്കുക. തന്നെ ബഹുമാനിക്കുന്നവരോട് വഴക്കിടാതിരിക്കുക. കോപിക്കുകയോ ചെയ്യുന്നത് വിഡ്ഢികളുടെ ലക്ഷണമാണ്. അറിവുള്ളവർ അതിനൊരുങ്ങേയില്ല. അസൂയയില്ലാതെ എല്ലാവരോടും കരുണയോടെ പെരുമാറുകയും ബലഹീനമായിട്ടുള്ള അവസ്ഥയിൽ പോലും എതിർക്കാതിരിക്കുകയും വിനയത്തോടെ സംസാരിക്കുകയും തർക്കങ്ങളിൽ ക്ഷമ കാണിക്കുകയും ചെയ്യുന്നവൻ എല്ലായിടത്തും പ്രശംസിക്കപ്പെടും. അനാവശ്യമായി അഹങ്കരിക്കാത്തവരോടും പദവി കാണിച്ച് കഠിനമായിട്ടുള്ള വാക്കുകൾ പറയാത്തവരോടും ജനങ്ങൾ എപ്പോഴും സ്നേഹത്തോടെ പെരുമാറും. അടങ്ങിപ്പോയ പക വീണ്ടും ഉണർത്താതിരിക്കുകയും അഹങ്കരിച്ച് ആരെയും താഴ്ത്തിക്കെട്ടാതിരിക്കുകയും ദാരിദ്ര്യത്തിൽ പോലും അനാവശ്യ കാര്യങ്ങളിൽ ഏർപ്പെടാതെ ജീവിക്കുകയും ചെയ്യുന്നവനെയാണ് മാന്യൻ എന്ന് വിളിക്കുന്നത്. സ്വന്തം സുഖത്തിലും
മറ്റുള്ളവരുടെ ദുഃഖത്തിലും അമിതമായി സന്തോഷിക്കാതിരിക്കുകയും നൽകിക്കഴിഞ്ഞ ദാനത്തെക്കുറിച്ചിട്ട് ഓർത്ത് പിന്നീട് സങ്കടപ്പെടാതിരിക്കുകയും ചെയ്യുക എന്നത് ഉത്തമനായ പുരുഷന്റെ ലക്ഷണമാണ്. ദേശത്തെ ആചാരങ്ങളെയും ഭാഷാ ഭേദങ്ങളെയും ജാതി ധർമ്മങ്ങളെയും വിവേകത്തോടെ ബഹുമാനിക്കുന്നവൻ എവിടെ ചെന്നാലും ജനങ്ങളുടെ ബഹുമാനത്തിന് അർഹനായിത്തീരും. അഹങ്കാരം, മോഹം, അസൂയ, പാപം ചെയ്യുക, രാജാവിനോടുള്ള എതിർപ്പ്, പിശുക്ക്, എല്ലാവരോടുമുള്ള പക, അഹങ്കാരികളുമായും ദുഷ്ടന്മാരുമായിട്ടുള്ള തർക്കം എന്നിവ ഒഴിവാക്കുന്ന ബുദ്ധിമാൻ ലോകത്ത് പ്രശോഭിക്കും. മനസ്സടക്കം, ശുചിത്വം, ഈശ്വരാരാധന, മംഗളകരമായിട്ടുള്ള പ്രവൃത്തികൾ, പ്രായശ്ചിത്തങ്ങൾ, ലോകകാര്യങ്ങൾ എന്നിവ ശരിയായി നടത്തുന്നവനെ ദൈവങ്ങൾ സഹായിക്കും. താഴ്ന്നവരുമായിട്ട് കൂട്ടുകൂടാതെ സൗഹൃദവും വിവാഹവും വ്യവഹാരവും മറ്റ് ഇടപാടുകളും തനിക്ക് തുല്യമായവരുമായി മാത്രം നടത്തിക്കൊണ്ട് ഗുണവാന്മാരെ മാതൃകയാക്കി പ്രവർത്തിക്കുന്നവൻ്റെ ജീവിതം നേർവഴിയിലായിരിക്കും. കൂടെയുള്ളവർക്ക് വീതം വെച്ച് നൽകുകയും മിതമായി ഭക്ഷണം കഴിക്കുകയും മിതമായി ഉറങ്ങുകയും ശത്രുക്കൾക്ക് പോലും സഹായം ചോദിച്ചു വന്നാൽ നൽകുകയും ചെയ്യുന്ന ബുദ്ധിമാനെ ആപത്തുകൾ ബാധിക്കുകയില്ല. പ്രതികൂല സാഹചര്യത്തിൽ വല്ല കാര്യവും ചെയ്യേണ്ടി വന്നാൽ പോലും രഹസ്യമായി സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ സൂക്ഷിക്കുകയും നല്ലവണ്ണം പ്രവർത്തിക്കുകയും ചെയ്താൽ സമ്പത്ത് നശിക്കുകയില്ല. എല്ലാവർക്കും സമാധാനം ആഗ്രഹിക്കുന്നവനും സത്യം പറയുന്നവനും അടക്കമുള്ളവനും അഹങ്കാരമില്ലാത്തവനും നല്ല സ്വഭാവമുള്ളവനുമായിട്ടുള്ള പുരുഷൻ ബന്ധുക്കളുടെ ഇടയിൽ ഒരു നല്ല രത്നം പോലെ തിളങ്ങും. സ്വന്തം തെറ്റിൽ സ്വയം ലജ്ജിക്കുന്ന ശാന്തമായ മനസ്സുള്ളവൻ സ്വന്തം പ്രഭ കൊണ്ട് സൂര്യനെ പോലെ തിളങ്ങി ലോകത്തിന് മുഴുവൻ ഗുരുവായി തീരും. അല്ലയോ രാജാവേ, ഞാൻ ഇത്രത്തോളം പറഞ്ഞതിൽ നിന്ന് നന്മയ്ക്കായി മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങേക്ക് മനസ്സിലായി കാണുമല്ലോ. ശാപം കിട്ടിയ പാണ്ഡുവിൻ്റെ പുത്രന്മാരായി കാട്ടിൽ ജനിച്ച 5 പേർ ഇന്ദ്രനെ പോലെ കരുത്തരാണ്. ആ കുട്ടികളെ അങ്ങാണ് പഠിപ്പിച്ച് വളർത്തിയതെന്നും അവർ അങ്ങയുടെ കൽപ്പന അനുസരിച്ചാണ് കഴിയുന്നതെന്നും അങ്ങ് ചിന്തിക്കണം. ആ പാണ്ഡുപുത്രന്മാരുടെയും അങ്ങയുടെ പുത്രന്മാരുടെയും അവസ്ഥകൾ എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞ നല്ല വാക്കുകളിൽ നിന്ന് അങ്ങേക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണല്ലോ. പാണ്ഡവർക്കുള്ള രാജ്യം പാണ്ഡവർക്ക് തന്നെ നൽകി അങ്ങ് പുത്രന്മാരോടൊപ്പം സന്തോഷമായി വാഴുക. അങ്ങനെയായാൽ ദേവന്മാർക്കും മനുഷ്യർക്കും മുമ്പിൽ അങ്ങ് ഒരു കുറ്റവാളിയായി തീരില്ല. വിതുരവാക്യം നമ്മൾ ഇനിയുള്ള വീഡിയോകളിലും തുടരും. വളരെ വിലപ്പെട്ട ഉപദേശങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നോടൊപ്പം പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും ഹൃദയത്തിൽ നിന്നുമുള്ള നന്ദി അറിയിക്കുന്നു. നമസ്കാരം.